ഒരു മഞ്ഞക്കൂടാരം നമ്മളെ സർപ്പേലുള്ള മഞ്ഞക്കൂടാരാണ്. ഇത് എന്താ വെച്ചാൽ മൗസി കേട്ടോ, മൗസിങ്ങൊക്കെ അറിയാലോ. പിന്നെ എല്ലായിടത്തും ട്രെൻഡ് ആണല്ലോ. അങ്ങനെ അവിടെ ഒരു കോംബോ ഓഫർ നടക്കുന്നുണ്ട്. 9 റിയാലിന് കോംബോ ഓഫർ. അതും നമ്മളെ സാധാ ഉൽമിക്കും ഒരു പയത്ത് കൂട്ടിയ ഒരു സംഭവം, പിന്നെ എന്താ വെച്ചാൽ ഒരു സാൻഡ്വിച്ചും. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്തിട്ടാ ആ പയത്ത് കൂട്ടിയ ഒരു പരിപാടി. പിന്നെ ഞാനിവിടെ വലിയ പട്ടി ഷോ കാണിക്കുന്നുണ്ട്, വേറെ ഒന്നും അല്ല കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ബൽക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ നോട്ടക്കാരനാണ്. എന്നിട്ട് ഞാൻ ഇവിടെ വരെ ഒരു കോംബോ ഓഫർ. ഓ, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനത്തെ കണക്കാണ്. പക്ഷേ കോംബോ ഓഫർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്ത് എന്താ പരിപാടി എന്ന് അറിയണ്ടേ. അങ്ങനെ ഇത് ലാഭമാണോ പെർഫെക്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നോർമൽ ഔൽമിക്കാണ് എത്തിക്കഴിഞ്ഞ് സംഭവം ചില വെറൈറ്റി ഉണ്ട്. ഔൽമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഔൽമിക്കിന്റെ മരീനുണ്ട്. അങ്ങനെ ഏതായാലും നമ്മളെ കുടിച്ചിട്ട് കുറേ പട്ടിഷോക്കെ കാണിച്ചിട്ടുണ്ട്. വേറെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു. നമ്മളെ ട്രോളെ നമ്മൾ തന്നെ മതി, വേറെ ആൾ ട്രോളിന്റെ ആവശ്യമില്ല. അങ്ങനെ സാൻഡ്വിച്ച് എത്തി. സാൻഡ്വിച്ച് എനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ, പ്രത്യേക ഒരു ഫീൽ. അതായത് നമ്മൾ വേറെ ഒന്നും കഴിക്കണ മാതിരിയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ പണ്ട് നാട്ടിൽ പോയേണ്ടത് പറ്റ പോരാന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ മൗസി കയറിയിട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഉള്ളത് നമ്മളുള്ളത് ഓപ്പൺ ആയിട്ട് പറയാം, അത് ഓടുകയാണെങ്കിലും നമുക്കൊരു വിഷയമല്ല. അപ്പോൾ ഇത് എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് കോംബോ ഓഫറാണ്. നിങ്ങൾക്കും പറയാം എത്ര റിയാലാണ് എന്താ റിയാൽ. എനിക്ക് ഇതിന് നമ്മൾക്ക് അങ്ങനെ നോക്കലൊന്നുമില്ല. നമ്മൾ നേരെ കയറി തിന്നുക, ബില്ലും കൊടുത്ത് പോരുക. പിന്നെ കോംബോ ഓഫർ കണ്ടപ്പോൾ ഒന്ന് കയറി തിന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളെ തിന്നോലൊക്കെ ഉണ്ടോ. അങ്ങനെ മയോണീസ് രണ്ടാമത് ഞാൻ ഭാര്യ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മയോണീസേ ഞാൻ കൂക്കുമ്പുള്ളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവലെന്നെ വിചാരിച്ചു ഇവനൊരു സ്റ്റാൻഡേർഡും ഇല്ല, ഒരു തേങ്ങയില്ല. പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, അത് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ സാൻഡ്വിച്ച് ഞാൻ ചിക്കൻ ഉണ്ടോ എന്നാണ് കാണിച്ചത്. ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നല്ല ചിക്കനൊക്കെ അതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ വാരി വലിച്ച് തിന്നുന്നുണ്ട്. പിന്നെ ഞാനിത് നിങ്ങളെ മുന്നിൽ ഒന്ന് കാണിച്ചിട്ടാണ്. ഓ, അങ്ങനെയാണ് തിന്നൽ. ഓ എൻ്റെ മോനെ, ഇതൊക്കെ തീറ്റ മക്കളെ. ഇടക്കിടക്ക് പോയിട്ട് ജീവിതം ആസ്വദിച്ച് തിന്ന് ജീവിക്കുക, അല്ലാതെ നമ്മൾ കുറേ ടെൻഷൻ അടിച്ചും ബന്ധമൊക്കെ അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇവിടെ നല്ലോണം തിന്നലുണ്ട്. പിന്നെ കാരണന്മാരാണെങ്കിൽ ഇപ്പം തിന്നാന്ന് പറയലുണ്ട്. അതുകൊണ്ട് ഇപ്പം വളരെ കുറവ്, നാട്ടിലത്തെ അപേക്ഷിച്ച് ഞാൻ വളരെ തീറ്റ കുറഞ്ഞിക്കണെന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇവിടെ അനങ്ങിയാൽ പൈസ കൂടുതലാണ്, അതാണ് പ്രശ്നം. അപ്പോൾ കോംബോ ഓഫറൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയറിയാണ്